നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 മണ്ടേല ദിനമായി ലോകമെങ്ങും ആചരിച്ചു വരികയാണ്. ഐക്യരാഷ്ട്രസഭയാണ് ലോകവ്യാപകമായ ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ നടത്തിയ പോരാട്ട ജീവിതത്തെ ബഹുമാനിക്കുന്നതിനാണ് മണ്ടേല ദിനം ആചരിക്കുന്നത്. സഹജീവികളുടെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും മികച്ച ആരോഗ്യം ലഭ്യമാക്കുന്നതിന് സഹായകമായ ഇടപെടലുകൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ, ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നവരെ സഹായിക്കൽ, കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ, പ്രായമായ മനുഷ്യരുടെ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിലായി പ്രവർത്തനങ്ങൾക്ക് മണ്ടേല ദിനാചരണം നാന്ദി കുറിക്കുന്നുണ്ട്. കറുത്തവരുടെയോ വെളുത്തവരുടെയോ ആധിപത്യമില്ലാത്ത ജനാധിപത്യ രാഷ്ട്രത്തിനു വേണ്ടി സമാനതകളില്ലാത്ത പോരാട്ടമാണ് മണ്ടേല നടത്തിയത്. തുല്യ അവകാശത്തോടും സാഹോദര്യത്തോടും വസിക്കുന്ന ജനതയെ സൃഷ്ടിക്കാൻ തന്റെ ജീവിതം തന്നെ നൽകിയ നേതാവാണ് മണ്ടേല. ദുരിതങ്ങൾ തരണം ചെയ്ത് ലോകത്തിന്റെ നായക പദവിയിലേക്ക് ഉയർന്ന മണ്ടേലയുടെ ജീവിതം ഏതൊരാൾക്കും ആവേശം പകരുന്നതാണ്. ദക്ഷിണാഫ്രിക്കയിലെ ബാഷി നദിയുടെ തീരത്തുള്ള വെസോ ഗ്രാമത്തിലാണ് 1918 ജൂലൈ 18 നെൽസൺ മണ്ടേലയുടെ ജനനം. അച്ഛൻ ഹെൻറി മണ്ടേല, അമ്മ നോസ് കേനി ഫാനി. റോവില്ലായ എന്നായിരുന്നു മണ്ടേലയുടെ ബാല്യകാലത്തെ പേര്. മണ്ടേലയുടെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരിച്ചു. മരിക്കുന്നതിനു മുമ്പ് നെൽസന്റെ പഠന ചുമതല അടുത്ത സുഹൃത്തിനെ അച്ഛൻ ഏൽപ്പിച്ചിരുന്നു. ഒരു ഗ്രാമത്തലവന്റെ പദവിയുണ്ടായിരുന്ന വളർത്തച്ഛനായ ജോങ്കിൻഡ ബക്കിന്റെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് മണ്ടേല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഹൊസ വിഭാഗത്തിലെ ഗോത്രാധികാരം വഹിച്ചിരുന്ന തെമ്പു ഗോത്രത്തിൽ പിറന്ന മണ്ടേലയുടെ കുടുംബ പേരാണ് മാഡിബ. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന മണ്ടേല ദീർഘദൂര ഓട്ടം, സംഗീതം, നൃത്തം, നാടകം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചു. 1942 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് വിംഗ് രൂപീകരിച്ച് അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. പിന്നീട് സംഘടനയുടെ സെക്രട്ടറിയുമായി. 1952 ഗവൺമെന്റ് നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിൽ മോചിതനായി ഒരു വക്കീലായി ജോലിയിൽ പ്രവേശിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു. സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ രൂപീകരിച്ച സംഘടനയുടെ കമാൻഡർ ഇൻ ചീഫായി. പിന്നീട് ഒളിവ് ജീവിതത്തിലേക്ക് വഴിമാറി. ആഫ്രിക്കയിലെ പോരാട്ടത്തിന് ഇതര രാജ്യങ്ങളുടെ പിന്തുണ തേടി വിദേശ യാത്രകൾ നടത്തി. പിടികിട്ടാപ്പുള്ളിയായി ഒളിവിൽ കഴിയവേ അറസ്റ്റ് ചെയ്ത് റോബൻ ദ്വീപിലെ ജയിലിൽ അടച്ചു. 1962 മുതൽ ഏതാണ്ട് 30 വർഷത്തോളം മണ്ടേല ജയിൽവാസം അനുഭവിച്ചു. തുടർന്ന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 1994 നടന്ന തെരഞ്ഞെടുപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ ആദ്യ കറുത്തവർഗക്കാരനായ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക ശ്രദ്ധയാകർഷിച്ച പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായത്. 1999 കാലാവധി പൂർത്തിയാക്കിയ മണ്ടേല സാമൂഹിക സാംസ്കാരിക പ്രവർത്തന മേഖലയിൽ മാത്രമായി ചുരുങ്ങി വിശ്രമ ജീവിതം നയിച്ചു. 2013 ഡിസംബർ 5 ആ മഹാപോരാളി അന്തരിച്ചു. കൾച്ചറൽ ഡെസ്ക്, യുവതാര.